ഒക്ടോബർ 27-നാണ് ഇവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അത് ഒക്ടോബറിലായോണ്ടല്ല, 27-നായതുകൊണ്ടാണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരാളേ അല്ല. പക്ഷേ എൻ്റെ ലൈഫിലെ മേജർ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു 27-നാണ്. ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും നല്ല കമ്പനിയായിരുന്നു. ഹീസ് നോ മോർ. പുള്ളി ജനിച്ചതും മരിച്ചതും ഒരു 27-ന് തന്നെയായിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ചൻ്റെ ബ്ലെസ്സിങ്സ് മോളുടെ കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ. അത് നമ്മൾ കേട്ടു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ പോലും ഇല്ല. ഒരു ഡേ ഇങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, ഇതൊക്കെ സംഭവിച്ചത് ഒരു 27-നായിരുന്നോ? ലൈക്ക് എനിക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടിയത്, എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ജോലി കിട്ടിയത് എനിക്കൊരു 27-നായിരുന്നു. ഞാൻ കാനഡയ്ക്ക് വരാൻ ബയോമെട്രിക്സ് എടുത്തിട്ട് 27-നാണ്. ആക്ച്വലി ഞാൻ ചൂസ് ചെയ്ത ഡേറ്റ് 26th ആയിരുന്നു. പക്ഷേ എന്തോ റീസൺ കൊണ്ട് അത് ക്യാൻസൽ ആയിട്ട് 27ലേക്ക് റീസ്കെഡ്യൂൾ ആവുമായിരുന്നു. പിന്നെ ഞാൻ കാനഡയിൽ എത്തിയ ഡേയും ഒരു 27th ആണ്. ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ ലൈഫിലെ എല്ലാ മൈൽ സ്റ്റോൺസും നടക്കുന്നത് ഒരു 27-നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഇവൻ്റെ ബർത്ത്ഡേയും ഒരു 27-നാണെന്ന് ഞാൻ അറിയുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, യെസ്, ഹീ ഈസ് ദ വൺ. അത് ശരിയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതൊക്കെ ചിലപ്പം വളരെ കോയിൻസിഡൻ്റലി നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഐ ലൈക്ക് ടു ബിലീവ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫ്രം മൈ ഗ്രാൻഡ് ഫാദർ.